ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ട രണ്ട് ഘടകങ്ങളാണ് ഡൊമസ്റ്റിക് ടെറിട്ടറിയും നോർമൽ റെസിഡൻസും. അതായത് ഈ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ള ആൾക്കാർ, ഈ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ള ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നോർമൽ റെസിഡൻസിന്റെ ഇൻകമാണ് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നത്. അപ്പം അതിന്റെ ഒരു വ്യാപ്തി എത്ര വരെ ഉണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഡൊമസ്റ്റിക് ടെറിട്ടറി ആൻഡ് നോർമൽ റെസിഡൻസ്. ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അതിർ വരമ്പിനെയാണ് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറി മീൻസ് ദ പൊളിറ്റിക്കൽ ഫ്രണ്ടിയേഴ്സ് ഓഫ് എ കൺട്രി. അതായത് നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ടെറിട്ടറി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഈ ഭൂപടത്തിൽ നിന്ന് നമുക്ക് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്ക് ഇതിൽ ഉപരി, അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത് ഈ ഒരു ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന അതിർത്തി മാത്രമല്ല, ചില കാര്യങ്ങളോട് ഇതിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫോർ ദ പർപ്പസ് ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഡൊമസ്റ്റിക് ടെറിട്ടറി യൂസ്ഡ് ഇൻ വൈഡർ സെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് ടെറിട്ടറി കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ളൊരു സെൻസിലാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്തിരിക്കുന്നത്. അതായത് ഇൻ അഡീഷൻ ടു പൊളിറ്റിക്കൽ ഫ്രണ്ടിയേഴ്സ്, ഞാൻ നേരത്തെ ഭൂപടത്തിൽ കാണിച്ച പോലെയുള്ള ആ ഒരു രാഷ്ട്രീയ അതിർവരമ്പുകളല്ലാതെ ഡൊമസ്റ്റിക് ടെറിട്ടറി ആൾസോ ഇൻക്ലൂഡ്, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി ഉൾപ്പെടുന്നവയാണ്. അത് ഇതൊക്കെയാണ് നോക്കാം. ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്സ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ നോർമൽ റെസിഡൻസ് ബിറ്റ്വീൻ 2 or more കൺട്രീസ്. അത് രണ്ടോ അധികമോ രാജ്യങ്ങൾ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷിപ്പോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സോ വിമാനങ്ങളോ കപ്പലുകളോ. ഓക്കെ, അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വിമാനം, ഇന്ത്യ ഓൺഡ് ആയിട്ടുള്ള ഒരു വിമാനമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ റഷ്യയിലും ജപ്പാനിലും അത് സർവീസ് നടത്തുന്നുണ്ടെങ്കിൽ ഈ റഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആ എയർ ഇന്ത്യ വിമാനം നടത്തുന്ന ആ ഒരു ടെറിട്ടറിയും ഏതിൽ വരും? ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിട്ട് കണക്കാക്കാം. കാര്യം എന്താണ്? അതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ ഈ വിമാനം വഴിയാണ് ആ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ വരുമാനം ഇന്ത്യയിലേക്ക് അയക്കുന്നു. അത് മാത്രമല്ല, ഗുഡ്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, കപ്പൽ വഴി ഗുഡ്സ് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമാനമാർഗവും കപ്പൽ മാർഗവുമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി വിട്ട് മറ്റു രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തിയിൽ പോകുന്ന, ഞാൻ ഇപ്പോൾ പറയുന്ന പോലെയുള്ള എങ്ങനെ ഫിഷിംഗ് വെസൽസ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിഗ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ഓപ്പറേറ്റഡ് ബൈ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി. അപ്പോൾ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ വക സാധനങ്ങൾ സമുദ്ര അതിർത്തി വിട്ട് മറ്റു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ആ പ്രദേശവും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിട്ട് വരും. ഇൻ ദ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് വെയർ ദേ ഹാവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓഫ് ഓപ്പറേഷൻ. മനസ്സിലായി? അപ്പോൾ അത് ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. അടുത്തത് എംബസീസ്, കോൺസുലേറ്റ്സ് ആൻഡ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓഫ് എ കൺട്രി ലൊക്കേറ്റഡ് അബ്രോഡ്. അപ്പം ഉദാഹരണത്തിന് ഇപ്പം USA ഒരു ഇന്ത്യൻ എംബസി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ USA ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണ് വരുന്നത്. കാര്യം ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡൊമസ്റ്റിക് ടെറിട്ടറി ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡൊമസ്റ്റിക് ടെറിട്ടറി ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഉദാഹരണത്തിന് എംബസീസ്, കോൺസുലേറ്റ്സ് ആൻഡ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഓഫ് എ ഫോറിൻ കൺട്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യൻ എംബസി അമേരിക്കയിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് ടെറിട്ടറി, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. എന്നാൽ ഒരു അമേരിക്കൻ എംബസി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കരുതുക. അപ്പോൾ അവിടെ അമേരിക്കയിലുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അമേരിക്കയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ല. അത് ജിയോഗ്രഫിക്കലി, ഫിസിക്കലി അത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അത് അമേരിക്കയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും സംഘടനകളും ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലാതെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? UNO, WHO ഇങ്ങനെയുള്ള സംഘടനകൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ്, അതിൻ്റെ ബ്രാഞ്ചൊക്കെ ഇന്ത്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരില്ല. ലൊക്കേറ്റഡ് വിത്തിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. അടുത്ത് നമുക്ക് നോർമൽ റെസിഡൻസ് എന്താണെന്ന് നോക്കാം. നോർമൽ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി റെഫേഴ്സ് ടു ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ ഹൂ ഓർഡിനറിലി റിസൈഡ്സ് ഇൻ ദ കൺട്രി, അത് രാജ്യത്തിന് ഉള്ളിലുള്ള വ്യക്തിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനമോ, ആൻഡ് ഹൂസ് സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ്, അത് പ്രധാനപ്പെട്ട വേർഡാണ് കേട്ടോ, സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ്. അതായത് അവർ പണം ചിലവാക്കുന്ന, അവരുടെ ആ ഒരു പണം ചിലവാക്കുന്ന ആ ഒരു മേഖലയാണ് സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൾസോ ലൈസ് ഇൻ ദാറ്റ് കൺട്രി, അതായത് ആ രാജ്യത്തിനുള്ളിൽ തന്നെയാണ് ഇവരുടെ പണം ചിലവാക്കുന്ന ആ ഒരു ഏരിയ എന്നുണ്ടെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കാം? നോർമൽ റെസിഡൻസ് എന്ന് വിളിക്കാം. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ റെസിഡൻസ് വ്യക്തിയോ സ്ഥാപനമോ രാജ്യത്തിനുള്ളിലുള്ളവരെ മാത്രമായിട്ടല്ല, അതിന് പുറത്തുള്ള ചില ഘടകങ്ങൾ കൂടി നമ്മൾ നോർമൽ റെസിഡൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഇപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. അത് ഇറ്റ് ഇംപ്ലൈസ് 2 things, 2 കാര്യങ്ങൾ അത് ഇംപ്ലൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ദ റെസിഡൻറ്റ് ലീവ്സ് ഓർ ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലാണ് ഒരാൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, അയാളുടെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഇന്ത്യയിലായിരിക്കും, അയാൾ പണം ചിലവാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയാണ്. അപ്പം അടുത്തതെന്ന് പറയുന്നത് ദ റെസിഡൻറ്റ് ക്യാരീസ് ഔട്ട് ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിൻ്റെ ബേസിക് ആയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഏണിങ്സ്, പണം സമ്പാദിക്കുന്നത്, സ്പെൻഡിങ്, പണം ചിലവഴിക്കുന്നത്, ആൻഡ് അക്യുമുലേഷൻ, അദ്ദേഹം സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫ്രം ദാറ്റ് ലൊക്കേഷൻ, ആ ലൊക്കേഷനാണെന്നുണ്ടെങ്കിൽ അതും സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ അദ്ദേഹം ഇന്ത്യയിൽ ജോലി ചെയ്തിട്ട് പണം വിദേശത്തായിട്ടാണ് അയക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏത് രാജ്യത്തേക്കാണോ പണം അയക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ സെൻറ്റർ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ന് ആലോചിക്കുക. ഇനി നമുക്ക് നോർമൽ റെസിഡൻ്റായിട്ട് പരിഗണിക്കാൻ പറ്റാത്ത, അങ്ങനെ പരിഗണിക്കാൻ കഴിയാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ദ കാറ്റഗറി ഓഫ് നോർമൽ റെസിഡൻസ്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫോറിൻ ടൂറിസ്റ്റ് ആൻഡ് വിസിറ്റേഴ്സ്. ഫോറിൻ ടൂറിസ്റ്റ് ഇന്ത്യയിൽ വരുന്നത് ചിലപ്പോൾ ഹോളിഡേയ്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും. അവർ ചില ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവരുടെ രാജ്യത്ത് തിരിച്ചു പോകും. അവരെ നോർമൽ റെസിഡൻ്റായിട്ട് പരിഗണിക്കാൻ കഴിയത്തില്ല. അടുത്തത് ഫോറിൻ സ്റ്റാഫ് ഓഫ് എംബസീസ്. അത് ഇന്ത്യയിൽ ഒരു അമേരിക്കൻ എംബസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഫോറിൻ സ്റ്റാഫ്, അമേരിക്കയിലെ സ്റ്റാഫുകൾ, ഒഫീഷ്യൽസ്, ഡിപ്ലോമാറ്റ്സ്, അതായത് നയതന്ത്ര ഉദ്യോഗസ്ഥർ, ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഓഫ് എ ഫോറിൻ കൺട്രി ലൊക്കേറ്റഡ് ഇൻ ദ ഗിവൻ കൺട്രി. ഇവരൊക്കെ എന്താണ്, നമുക്ക് നോർമൽ റെസിഡൻ്റായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല. അടുത്തത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇനി അടുത്ത് എന്താണ്, ഡെഫിനറ്റ്ലി പറഞ്ഞു ഓർഗനൈസേഷൻസും വ്യക്തികളുമാണ്. ഈ ഓർഗനൈസേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ UNO, WHO ഇതൊന്നും നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ല, നോർമൽ റെസിഡൻ്റായിട്ടുള്ള സംഘടനകളായിട്ട് പരിഗണിക്കാൻ കഴിയത്തില്ല. അത് അന്താരാഷ്ട്ര സംഘടനകളാണ്. ഇനി അടുത്തത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അടുത്ത കാര്യം വെച്ചാൽ എംപ്ലോയീസ് ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. അതായത് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, ഇപ്പം ഇന്ത്യയിൽ UNOയുടെ ഓഫീസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനെയും എന്തായിട്ട് പരിഗണിക്കാൻ കഴിയത്തില്ല, നോർമൽ റെസിഡൻ്റായിട്ട് പരിഗണിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇതിലൊരു എക്സംഷൻ ഉണ്ട്. ഈ UNOയിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് 1 വർഷത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന UNOയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്തായിട്ട് നോർമൽ റെസിഡൻ്റായിട്ട് പരിഗണിക്കാം. അതായത് അന്താരാഷ്ട്ര ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ മാത്രം, UNO പോലെയുള്ള. ഓക്കെ, എംബസിയുടെ കാര്യത്തിലൊന്നും അത് വരുന്നില്ല എന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ക്രൂ മെമ്പേഴ്സ് ഓഫ് ഫോറിൻ വെസൽസ്, പിന്നെ കൊമേഴ്സ്യൽ ട്രാവലേഴ്സ് ആൻഡ് സീസണൽ വർക്കേഴ്സ്. ഇതൊക്കെ ഒരു സീസണിൽ മാത്രം വർക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നവർ, പിന്നെ എന്താണ് ക്രൂ മെമ്പേഴ്സ്, ഫോറിൻ വെസലിൻ്റെ, അതായത് വിദേശത്ത് നിന്ന് വരുന്ന കപ്പലുകളുടെയൊക്കെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സ്, അവരൊക്കെ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ തിരിച്ചു പോകും. പ്രൊവൈഡഡ് ദെയർ സ്റ്റേ ഈസ് ലെസ് ദാൻ 1 year. അവരുടെ സ്റ്റേ 1 വർഷത്തിൽ താഴെയാണെങ്കിലും അവരെന്തല്ല, നോർമൽ റെസിഡൻസ് അല്ല. ഇനി അടുത്ത ഒരു കാറ്റഗറി നോക്കാം, ബോർഡർ വർക്കേഴ്സ് ഹൂ ലീവ് നിയർ ദ ഇൻ്റർനാഷണൽ ബോർഡർ. അതായത് ഇൻ്റർനാഷണൽ ബോർഡറിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അവർ അത് മാത്രമല്ല, ആൻഡ് ക്രോസ് ദ ബോർഡർ ഓൺ എ റെഗുലർ ബേസിസ്. റെഗുലറായിട്ട് ഈ ബോർഡർ ക്രോസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു വർക്ക് ഇൻ ദ അതർ കൺട്രി. മറ്റു രാജ്യം അതിർത്തി തൊട്ട് അയൽ രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർ ബോർഡർ ക്രോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരെങ്ങനെയാണ് പരിഗണിക്കുന്നത് നോക്കാം. ദേ ആർ ട്രീറ്റഡ് ആസ് നോർമൽ റെസിഡൻസ് ഓഫ് ദ കൺട്രി വെയർ ദേ ലീവ്. അവരെവിടെയാണോ ജീവിക്കുന്നത് അവിടെയാണ് അവരെ നോർമൽ റെസിഡൻസ് ആയിട്ട് പരിഗണിക്കുന്നത്. ആൻഡ് നോട്ട് വെയർ ദേ വർക്ക്. അവർ എവിടെ വർക്ക് ചെയ്യുന്നു ആ സ്ഥലത്തല്ല, എവിടെ ജീവിക്കുന്നു അവിടെയാണ് അവരെ നോർമൽ റെസിഡൻ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. കുറച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ കൊടുത്തിട്ടുണ്ട്. ഇവർ നമുക്ക് ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഒഫീഷ്യൽസ് വർക്കിംഗ് ഇൻ ദ ഇന്ത്യൻ എംബസി ഇൻ USA. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ, അവർ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് ആണ്. ഓക്കെ, അടുത്തത് എ ജപ്പാനീസ് ടൂറിസ്റ്റ് ഹൂ സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ 2 months. അതായത് ജപ്പാനിൽ നിന്ന് ഒരു ജപ്പാൻകാരൻ ഇന്ത്യയിൽ വന്ന് 2 മാസം താമസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയുടെ നോർമൽ റെസിഡൻ്റ് അല്ല, അദ്ദേഹം ജപ്പാനിലെ നോർമൽ റെസിഡൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഈ ഇന്ത്യൻസ് ഗോയിങ് ടു പാകിസ്ഥാൻ ഫോർ വാച്ചിങ് ദ ക്രിക്കറ്റ് മാച്ച്. അതായത് പാകിസ്ഥാനിലെ ഇന്ത്യക്കാർ പോയി ക്രിക്കറ്റ് കളി കണ്ടു കഴിഞ്ഞാൽ ആ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇന്ത്യയിലെ നോർമൽ റെസിഡൻസ് ആണ്. ഓക്കെ, അടുത്തത് ഡി, ഇന്ത്യൻസ് വർക്കിംഗ് ഇൻ ദ UNO ഓഫീസ് ലൊക്കേറ്റഡ് ഇൻ അമേരിക്ക ഫോർ ലെസ് ദാൻ 1 year. അതായത് 1 വർഷത്തിൽ താഴെ UNOയിൽ
UNO, അതായത് അമേരിക്കയിലെ UNO ഓഫീസിൽ ഒരു വർഷത്തിൽ താഴെ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് ആണ്. ഓക്കെ, ഒരു വർഷത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ നോർമൽ റെസിഡൻസ് ആയിട്ട് മാറും. അടുത്തത് ഇന്ത്യൻ എംപ്ലോയീസ് വർക്കിംഗ് ഇൻ WHO ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ WHO ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാർ അത് ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് ആണ്. അടുത്ത കാറ്റഗറി നോക്കാം. ഫോറിൻ ടൂറിസ്റ്റ് വിസിറ്റിംഗ് ഇന്ത്യ ഫോർ എ മന്ത് ടു സീ താജ്മഹൽ. അതായത് ഫോറിൻ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ ഒരു മാസം താമസിച്ച് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് അല്ല, ഒരു മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് അല്ല. അടുത്തത് ഇന്ത്യൻ മുസ്ലിംസ് ഗോയിങ് ഫോർ ദ ഹജ്ജ് പിൽഗ്രിമേജ്. അതായത് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഇന്ത്യയിലെ ആൾക്കാർ തീർത്ഥാടനം കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വരും. അപ്പോൾ അവർ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.